കർത്താവിന്റെ വചനം അനേകായിരങ്ങൾക്ക് പകർന്നു നൽകുകയും അവരെ ആഴമായ ക്രിസ്താനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്ത വചനപ്രഘോഷകൻ ബ്രദർ ജോയ്കുട്ടി ജോസഫ് നിര്യാതനായി. 53 വയസ്സായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മലയാളം വിഭാഗത്തിൽ പൊതുദർശനത്തിന് വെച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികരടക്കം നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. ഞങ്ങളുടെ ഈ സഹോദരൻ ജോയ്കുട്ടിയെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രശസ്ത ധ്യാനഗുരു ഫാദർ ജോർജ് വനക്കലും വിൻസെൻഷൻ സഭാ നേതൃത്വവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ചാപ്പലിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സന്യസ്തരും വൈദികരും പ്രശസ്ത വചനപ്രഘോഷകരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എത്തിയിരുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന് കീഴിൽ അനേകം വർഷങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം കോവിഡാനന്തരം തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. പോട്ട ആശ്രമത്തിലാണ് അദ്ദേഹം തന്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഡിവൈനിൽ വിൻസെൻഷൻ വൈദികരോട് ചേർന്ന് അദ്ദേഹം സുവിശേഷവത്കരണ മേഖലയിൽ സജീവമായി ശുശ്രൂഷ തുടർന്നു. ഡിവൈനിലെ മലയാളം സെഷന്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടായിരുന്നത്. ഇതിനിടെ വിവിധ സ്ഥലങ്ങളിൽ വിൻസെൻഷൻ വൈദികരുടെ ഒപ്പം അദ്ദേഹം ബൈബിൾ കൺവെൻഷൻ നയിച്ചിരുന്നു. ബ്രദർ ജോയ്കുട്ടിയുടെ ഭാര്യ നന്ദിനിയും അദ്ദേഹത്തോടൊപ്പം ധ്യാന ശുശ്രൂഷകളിൽ സഹായിക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇരുവരുടെയും ശുശ്രൂഷകൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകി പനക്കലച്ചനും നായ്ക്കമ്പറമ്പിലച്ചനും വിൻസെൻഷൻ സഭാ നേതൃത്വവും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇനി ഒന്നിച്ച് വരില്ല, ഒന്നിച്ച് അവസാനം. ഞായറാഴ്ച 11 മണിക്ക് പോട്ട തച്ചോലപ്പറമ്പ് ഇടവക ദേവാലയത്തിൽ നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് പനക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിൻസെൻഷൻ സഭയുടെ മേരിമാത പ്രൊവിൻസിന്റെ വൈസ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു തടത്തിലും വിൻസെൻഷൻ സഭാ നേതൃത്വവും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ വൈദികരും മൃതസംസ്കാര ശുശ്രൂഷകളിൽ സഹകാർമ്മികത്വം വഹിക്കും. മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്. ബ്രദർ ജോയ്കുട്ടിയുടെ വേർപാട് ഡിവൈനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടവും അഗാധമായ ദുഃഖവും വേദനയും ഉളവാക്കുന്നതാണെന്ന് പ്രശസ്ത ധ്യാനഗുരു ഫാദർ ജോർജ് പനക്കൽ. വചനത്തിന്റെ സാക്ഷിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും വിൻസെൻഷൻ സഭ വചനപ്രഘോഷണവുമായി മുന്നോട്ടു പോയ നാളുകളിൽ വചനപ്രഘോഷണത്തിന് ഒരുപാട് ശക്തി പകർന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും വിൻസെൻഷൻ സഭയുടെ മേരിമാത പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പോൾ പുതുവ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ മേഖലകൾ വളരെ വിശാലമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സാന്നിധ്യവും ആ സേവനവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള അഗാധമായ വേദനയും ദുഃഖവുമാണുള്ളത്. ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധനായിരുന്നു ബ്രദർ ജോയ്കുട്ടിയെന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും വിൻസെൻഷൻ സഭയുടെ മേരിമാത പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പോൾ പുതുവ പറഞ്ഞു. ഒരു വലിയ സാക്ഷിയെ, വചനത്തിൻ്റെ സാക്ഷിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വിൻസെൻഷൻ സഭ വചന പ്രഘോഷണ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വചന പ്രഘോഷണത്തിന് ഒരുപാട് ശക്തി പകർന്നിട്ടുള്ള വ്യക്തിയാണ് ജോയ്കുട്ടി ബ്രദർ. കർത്താവിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും പകരം വെക്കാൻ പറ്റാത്ത വിടവാണ് ജോയ്കുട്ടി ബ്രദറിന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വിൻസെൻഷൻ സഭയുടെ മേരിമാത പ്രൊവിൻസിന്റെ വൈസ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു തടത്തിൽ പറഞ്ഞു. പകരം വെക്കാൻ ആളില്ലാത്ത വിധം ഒരു വലിയ നഷ്ടമാണ്, ഒരു വിടവാണ് ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് ജോയ്കുട്ടി ബ്രദറിൻ്റെ വേർപാട് മൂലം സംഭവിച്ചിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഒരു അൽമായന്റെ പങ്ക് തിരുസഭയിൽ എന്തായിരിക്കണമെന്നത് ജോയ്കുട്ടി ബ്രദറിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുമെന്ന് ഗുഡ്നസ് TV ഡയറക്ടർ ഫാദർ അലക്സ് ചാലങ്ങാടി പറഞ്ഞു. ആത്മീയ ജീവിതത്തിൽ ഒരു അൽമായൻ്റെ പങ്ക് തിരുസഭയിൽ എന്തായിരിക്കണം എന്നത് ജോയ്കുട്ടി ബ്രദറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വചനത്തെ സ്നേഹിക്കുകയും വചനത്തെ ഉപാസിക്കുകയും വചനം ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ജോയ്കുട്ടി ബ്രദറിൻ്റേത്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ആരംഭം മുതൽ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ സുപ്പീരിയർ ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിയിൽ പങ്കുവച്ചു. ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ ആരംഭം മുതൽ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം.
100% ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു കുടുംബമാണ് ബ്രദർ ജോയ്ക്കുട്ടിയുടേതെന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ആരംഭം മുതൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിരുന്ന വചനപ്രഘോഷകൻ ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം പങ്കുവച്ചു. അവർ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷ അനേകരെ മാനസാന്തരത്തിലേക്കും അനേകം കുടുംബങ്ങളുടെ മാനസാന്തരത്തിനും കാരണമാകുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. പാവങ്ങളോടും ആരും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം കടന്നു ചെന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്തിരുന്നു. മദർ തെരേസ ചെയ്ത പല ശുശ്രൂഷകളും സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തിട്ടുള്ള വചനപ്രഘോഷകൻ ബ്രദർ ജോയ്ക്കുട്ടിയും ഭാര്യ നന്ദിനിയും തങ്ങളുടെ മുമ്പിൽ സഹായം ആവശ്യപ്പെട്ടു വരുന്നവരെ നിരാശരാക്കി ഒരിക്കലും മടക്കി വിട്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിയോഗം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കാളികളായിട്ടുള്ള ആയിരക്കണക്കിന് പേർക്ക് എന്നും ദുഃഖമുളവാക്കുന്നതാണ്. തന്റെ ശുശ്രൂഷകളെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ബ്രദർ ജോയ്ക്കുട്ടിക്ക് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ നേർന്നു. ഷക്കീന ന്യൂസ്, തൃശൂർ.